ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിൽ നമ്മുടെ വേദ അങ്ങനെ ഇടുക്കിയിലേക്ക് വേദയും വിക്രവും യാത്രയാവുകയാണ് കേട്ടോ. സജിയുടെ ഒരു ഫ്രണ്ട് ഇടുക്കിയിലുണ്ട്, അവിടെ വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരുമെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ പോകാൻ നേരത്ത് കുറച്ച് കാശും മീറ്റിംഗ് കാർഡും എല്ലാം കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു ലോറിയിൽ കയറി വേദയും വിക്രമും അനിയൻകുട്ടനും കൂടി ഇടുക്കിയിലേക്ക് യാത്രയാകാണ്. അങ്ങനെ ഇടുക്കിയിൽ എത്തിക്കഴിയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് സജി ഒരു ഗീവർഗീസ് എന്ന് പറയുന്ന ആളെ കണ്ടെത്തണം എന്നുള്ള കാര്യം. അങ്ങനെ വണ്ടിയിൽ ഇറങ്ങി ഗീവർഗീസിനെ അന്വേഷിക്കുകയും അയാളെ കണ്ടെത്തി അങ്ങനെ അവരെല്ലാവരും കൂടി ജീപ്പിൽ ഇങ്ങനെ യാത്രയാവുകയാണ്. അപ്പോൾ ഗീവർഗീസ് ഇവരോട് ഒരേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഒളിച്ചോടി വന്നതാണോ അതോ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണോ എന്നിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാത്തിനും വേദയും വിക്രവും ചിരിക്കുക മാത്രം ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അനിയൻകുട്ടനെ കാണുമ്പോൾ ചോദിക്കും, ഇയാളെയും കൂടി എന്തിനാണ് നിങ്ങൾ കൊണ്ടുവന്ന്, ഇതാരാന്ന് ചോദിക്കുമ്പോൾ പറയും ഞങ്ങളുടെ ഫ്രണ്ടാണെന്ന് പറയും, വയ്യാത്തതുകൊണ്ട് ഞങ്ങളുടെ കൂടെ കൊണ്ടുവന്നതാന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് വിക്രത്തിനെ കാണുമ്പോൾ പറയും ഇയാളെ കണ്ട ഒരു ഗുണ്ടയുടെ ലുക്കൊക്കെ ഉണ്ടെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്ക് ചിരി വരികയാണ്. അങ്ങനെ അവർ നേരെ പോകുന്നത് പള്ളിമേടയിലേക്കാണ് കേട്ടോ. പള്ളിമേടയിൽ എത്തിയിട്ട് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ അച്ഛൻ പറയും ഇവരവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടു, ഇവർ വന്നത് അത്ര നല്ല പന്തിയല്ലല്ലോ എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗീവർഗീസ് ചോദിക്കും അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇവർ പന്തിയുള്ളതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇവരുടെ പുറകെ ഇനി പല പ്രശ്നങ്ങളും വരും, ആ പ്രശ്നങ്ങളൊക്കെ അവരെ തേടി ഇവിടെ എത്താനും സാധ്യതയുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും മേടയുടെ വക എസ്റ്റേറ്റിലുള്ള ആ ഒരു റൂം ഇവർക്ക് തൽക്കാലത്തേക്ക് താമസിക്കാൻ കൊടുക്കുക, അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നീ ചെയ്ത് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് അവരവിടേക്ക് യാത്രയേക്കാണ് കേട്ടോ. പിന്നെ നമ്മുടെ വേദയുടെയും വിക്രത്തിൻ്റെയും പിന്നെയുടെ ജീവിതം അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്തായാലും അവിടെ നിന്നുകൊണ്ട് തന്നെ വേദ വിക്രത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കും. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.